50-കാരിയുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത് മദ്യം. കേട്ടിട്ട് ഞെട്ടണ്ട. ശരീരം മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അപൂർവ അവസ്ഥയുമായി കാനഡയിൽ നിന്നൊരു സ്ത്രീ. അത്തരത്തിലൊക്കെ ഒരു അവസ്ഥയുണ്ടോ എന്ന് ചിന്തിക്കുന്നവർക്ക് അത്തരത്തിൽ ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ശാരീരിക അവസ്ഥ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ടൊറാൻഡോ മൗണ്ട് സിനായ് സർവകലാശാലകളിലെ ഡോക്ടർമാർ. രോഗത്തിന് അവർ ഇട്ടിരിക്കുന്ന പേര് ഓട്ടോ ബ്രൂവറി സിൻഡ്രോം എന്നുള്ളതാണ്. ഈ 50-കാരുടെ അവസ്ഥയ്ക്ക് ഡോക്ടർ ഇപ്പോൾ പേര് നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്. വയറിലുള്ള ഒരുതരം ഫംഗിയാണ് ഇവരുടെ ശരീരത്തിൽ ആൽക്കഹോൾ ഉൽപ്പാദനത്തിന് കാരണമാകുന്നത്. 2 വർഷത്തോളമായി പകൽ സമയങ്ങളിൽ പോലും കടുത്ത ഉറക്കക്ഷീണവും അവ്യക്തമായ സംസാരവും ഒക്കെയാണ് ഇവർക്ക് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ മദ്യപാന്മാരെ പോലെയൊക്കെയുള്ള സംസാരം. മദ്യപിച്ചില്ലെങ്കിൽ പോലും രക്തത്തിലും ശ്വാസത്തിലും ആൽക്കഹോളിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. വിയർപ്പിലൊക്കെ ആൽക്കഹോളിന്റെ സ്മെല്ലാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ അടിക്കടി മൂത്രാശയ അണുബാധയും ഗ്യാസ്ട്രിക് സംബന്ധമായ പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടിരുന്നു. പണ്ടൊക്കെ ഒഴിവു സമയങ്ങളിൽ വൈൻ കുടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇവർ നിർത്തിവെക്കുകയായിരുന്നു എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. കനേഡിയൻ മെഡിക്കൽ അസോസിയേഷൻ ജേണലിൽ ഈ 50-കാരിയായ യുവതിയുടെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. എന്താണ് ഇനി ഓട്ടോ ബ്രൂവറി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ, മധുരമാർന്നതും അന്നജമടങ്ങിയതുമൊക്കെയായ ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ലഭിച്ചാൽ ശരീരം അതിനെ മദ്യമാക്കി മാറ്റുന്ന ഒരു അപൂർവ അവസ്ഥയാണ് ഈ ഓട്ടോ ബ്രൂവറി സിൻഡ്രോം. മദ്യപിക്കാതെ തന്നെ മദ്യപിച്ചതുപോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഗട്ട് ഫെർമെന്റേഷൻ സിൻഡ്രോം എന്നും ഇതിനെ വിളിക്കാറുണ്ട്. രോഗം സ്ഥിരീകരിക്കാൻ വൈകുകയും ചെയ്യാറുണ്ട്. കഴിഞ്ഞ കുറച്ച് ദശകങ്ങൾ തന്നെ പരിശോധിച്ചാൽ ഈ രോഗം സ്ഥിരീകരിച്ചവർ വളരെ കുറവാണെന്നുള്ളതാണ്. മദ്യപിക്കാതെ തന്നെ മദ്യപിച്ചതുപോലുള്ള തോന്നൽ അനുഭവപ്പെടുക, വളരെ കുറച്ച് മദ്യപിച്ചാൽ പോലും അമിതമായി മദ്യപിച്ചതായി തോന്നുക തുടങ്ങിയവയൊക്കെ ഈ രോഗാവസ്ഥയിൽ കാണാറുണ്ട്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ശരീരം ചുവക്കുക, അമിതമായ ക്ഷീണം, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക, തലവേദന, ഛർദി, നിർജ്ജലീകരണം, വായ വരണ്ടിരിക്കുക, ഓർമ്മക്കുറവ്, മാനസിക നിലയിൽ വ്യതിയാനം, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ലക്ഷണങ്ങളായി പറയുക. എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്നുള്ളതും കൂടെ ഡോക്ടർമാർ പറയുന്നുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ ശരീരം ആൽക്കഹോളാക്കി മാറ്റുകയാണ് ഇവിടെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. ഇത് അന്നനാളത്തിലോ കുടലിലോ വച്ചാണ് സംഭവിക്കുന്നത്. ഒരുതരം ഫംഗസ് ആയ ഈസ്റ്റിന്റെ സാന്നിധ്യം കൂടുന്നതാണ് ഇതിന് കാരണം. കാൻഡിഡ ആൽബിക്കൻസ്, കാൻഡിഡ ഗ്ലാബ്രേറ്റ, ടോറുലോപ്സിസ ഗ്ലാബ്രേറ്റ, കാർഡിയ കെഫിർ തുടങ്ങിയ ഈസ്റ്റുകൾ ഓട്ടോ ബ്രൂവറി സിൻഡ്രോമിലേക്ക് നയിക്കാറുണ്ട്. ചില കരൾ രോഗങ്ങൾ, പോഷകാഹാരക്കുറവ്, ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം, ഡയബറ്റീസ്, കുറഞ്ഞ പ്രതിരോധ ശക്തി തുടങ്ങിയവയൊക്കെ ശരീരത്തിൽ ഈസ്റ്റിന്റെ സാന്നിധ്യം കൂടാനും കാരണമാകും. ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നതാണ് പറയുന്നത്. എന്തായാലും നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത ഒരു ശാരീരിക അവസ്ഥ കൂടി ഇപ്പോൾ കാനഡയിൽ നിന്ന് വരുന്നുണ്ട്. അതായത് ശരീരം സ്വന്തമായി മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ.